ഹായ് ഹലോ മുത്തുമണീസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഭരതനാട്യത്തിന്റെ അല്ലെങ്കിൽ ക്ലാസിക്കൽ ഡാൻസില് നമ്മുടെ നെക്കിന് ഒരുപാട് യൂസ് ഉണ്ട്. നെക്ക് പൊസിഷൻസിന് അല്ലെങ്കിൽ നെക്ക് കൊണ്ടിട്ട് ഒരുപാട് നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. ഭരതനാട്യത്തിലും ക്ലാസിക്കൽ ഡാൻസിലൊക്കെ ഒരുപാട് പോസസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിന്റെ കുറച്ച് എക്സസൈസും കാര്യങ്ങളുമാണ്, പൊസിഷൻസ് എങ്ങനെയൊക്കെയാണ് വരേണ്ടത്, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മുത്തുമണീസ് എല്ലാവരും ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാനേ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഭരതനാട്യത്തില് അല്ലെങ്കിൽ ക്ലാസിക്കൽ ഡാൻസില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ്സ് ആണ് നെക്ക് മൊമെന്റ്സ്. നമ്മുടെ നെക്ക് മൊമെന്റ്സ് ആദ്യമായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് പ്രയാസമായിരിക്കും പഠിച്ചെടുക്കാനായിട്ട്. അപ്പം അതിന്റെ കുറച്ച് എക്സസൈസ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. നിങ്ങൾ എല്ലാവരും അതായത് നല്ല രീതിയിൽ സ്ലോ ആയിട്ട് ചെയ്താൽ മതി. ഭയങ്കരമായിട്ട് പെട്ടെന്ന് കയറി അങ്ങ് ചെയ്യാണ്ട്. അപ്പൊ പെട്ടെന്ന് കയറി ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പം കഴുത്ത് അല്ലെങ്കിൽ നെക്ക് ഉളുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സ്ലോ ആയിട്ട് ചെയ്ത് പഠിച്ചാൽ മതി. അപ്പം അതിന് നമുക്ക് ഈസി ആയിട്ടുള്ള കുറച്ച് എക്സസൈസ് ആണ്. നമുക്ക് ഈ നെക്ക് മൂവ്മെന്റ്സ് ഈസി ആവാനുള്ള ഒരു എക്സസൈസ്, ഒരു 2-3 എക്സസൈസ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം അത് എങ്ങനെയെന്ന് വെച്ചാല്, നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ തുടക്കക്കാർക്ക് പറ്റിയ ആദ്യത്തെ ഒരു ഇതെന്ന് പറയുന്നത്, നമ്മൾ 2 കൈകളും ഇതുപോലെ ചേർത്ത് പിടിക്കുക. ഇതുപോലെ ചേർത്ത് പിടിച്ചതിന് ശേഷം, ഇതുപോലെ ഇങ്ങനെ ചേർത്ത് പിടിച്ചതിന് ശേഷം നമ്മുടെ തലയിൽ ഇതുപോലെ ഇങ്ങനെ അമർത്തി വെക്കുക. അതായത് ഒരു ബലം കൊടുക്കുന്ന പോലെ ഇങ്ങനെ അമർത്തി വെക്കുക. നമ്മുടെ നെക്ക്, അതായത് നമ്മുടെ ഫേസ് എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് ഇതുപോലെ 2 കൈകളും കൂടി കൂട്ടിച്ചേർത്ത് പിടിച്ചതിന് ശേഷം ഇങ്ങനെ തലയിൽ ഒരു സപ്പോർട്ടായിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബലം കൊടുത്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം, അതായത് നമ്മുടെ നെക്ക് ഫസ്റ്റ് റൈറ്റ് സൈഡിലോട്ടൊന്ന് ഇതാക്കി കൊടുക്കുക. അതായത് ഇങ്ങനെ, പിന്നെ ലെഫ്റ്റ്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ കൈകൾ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക്, ഫസ്റ്റ് തുടക്കക്കാരാകുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൈ കൊടുക്കുന്നത്. അപ്പം നമുക്ക് കുറച്ചുകൂടി നെക്ക് ഇങ്ങനെ മൂവ്മെന്റ് ചെയ്യുമ്പോഴത്തേക്ക് പ്രശ്നമാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈസി ആവാൻ വേണ്ടിയിട്ടാണ് ഈ എക്സസൈസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കൗണ്ട് ചെയ്ത് ചെയ്യാം. 1 2, അതായത് 1 2 3 4 പറഞ്ഞ് കൗണ്ട് ചെയ്ത് നമുക്ക് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇതുപോലെ 2 കൈകളും ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം ഫേസ് നമ്മുടെ ഇങ്ങനെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. ഈ കൈകൾ ഇങ്ങനെ വെറുതെ വെച്ചാൽ പോലും ചെറിയൊരു സപ്പോർട്ട് നമ്മളിങ്ങനെ തലയിൽ കൊടുക്കുക. എന്നിട്ട് 1 2 3 4 5 6 7 8, അങ്ങനെ എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റും അത്രത്തോളം കൗണ്ട് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഇത് തുടക്കക്കാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതായിരിക്കും കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇനി രണ്ടാമത്തെ മൊമെന്റ്സിന്റെ ഇതെന്ന് പറയുന്നത്, എക്സസൈസ് എന്ന് പറയുന്നത്, നമ്മുടെ 2 കൈകളും ഇതുപോലെ ഇങ്ങനെ പിടിച്ച് ഇതുപോലെ നമ്മുടെ ഷോൾഡറിൽ വെച്ചതിന് ശേഷം, അതായത് ഒരുപാട് ഇങ്ങനെ ചേർത്ത് നമ്മുടെ ഷോൾഡറിൽ വെച്ചിട്ട് ഇങ്ങനെ തലയിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കേണ്ട. ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം, അതായത് നമ്മൾ ഇങ്ങനെ ആക്കുമ്പോൾ ഈ കയ്യിൽ തട്ടത്തക്ക രീതിയിൽ ചെറിയൊരു അകലം വെച്ചിട്ട് ഇതുപോലെ ഷോൾഡറിൽ ഇങ്ങനെ പിടിക്കുക. അതിനുശേഷം ഇതും നമുക്ക് കൗണ്ട് ചെയ്ത് ചെയ്യാവുന്നതാണ്. അതായത് 1 2 3 4 അങ്ങനെ എത്രയും നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമോ അതനുസരിച്ച് കൗണ്ട് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഇതൊരു എക്സസൈസ് ആണ്. അപ്പം അത് വന്നിട്ട് നമ്മളിങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇതാകുമ്പോഴത്തേക്ക് മൂവ്മെന്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഈ നമ്മൾ വെച്ചിരിക്കുന്ന ഈ ഷോൾഡർ വെച്ചിരിക്കുന്ന 2 കൈയിലും ഇതുപോലെ തട്ടണം. അതായത് നമ്മുടെ തല മാത്രം ഇങ്ങനെ വെച്ച് തട്ടാനല്ല, നമ്മുടെ നെക്ക് ഇങ്ങനെ മൂവ്മെന്റ് ചെയ്ത് ഇങ്ങനെ ഇതിലോട്ട് മുട്ടണം. അപ്പം അത് നമുക്ക് കൗണ്ട് ചെയ്ത് ചെയ്യാം. 1 2 3 4 5
6 7 8. അപ്പം ഇത് വെക്കുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനെ ചേർത്ത് വെക്കരുത്, ഒരുപാട് അകലം വെച്ച് വെക്കരുത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇതിൽ മുട്ടാൻ പറ്റത്തില്ല. അപ്പം ഏകദേശം ഒരു ഗ്യാപ്പിൽ നമ്മുടെ നെക്ക് മൂവ്മെന്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതില് ഇങ്ങനെ തട്ടുന്ന രീതിയിൽ മാത്രമേ ഗ്യാപ്പ് ഇട്ട് നമ്മുടെ കൈകൾ ഇങ്ങനെ ഷോൾഡറിൽ വെക്കാൻ പാടുള്ളൂ. അപ്പം ഇതാണ് രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമതൊരു എക്സസൈസ് എന്ന് പറയുന്നത്, അതും ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ് തന്നെയാണ്, ഒരുപാട് ബുദ്ധിമുട്ടുള്ളതല്ല. അപ്പം ഈ എക്സസൈസ് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതുപോലെ അതായത് ഫസ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ ചാടി കയറി ഇങ്ങനെയൊന്നും പെട്ടെന്ന് മൂവ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ നിങ്ങളുടെ നെക്കിന് എന്തെങ്കിലും പ്രശ്നം വരും. അതുകൊണ്ട് ഈ എക്സസൈസ് ഒക്കെ സാവധാനം ചെയ്ത് നോക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ കൈകളും ഒന്നും യൂസ് ചെയ്യാതെ ഒന്ന് നെക്ക് മാത്രം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. ഈ എക്സസൈസ് ചെയ്തതിന് ശേഷം അങ്ങനെ ചെയ്താൽ മതി, അല്ലാതെ ചാടി കയറി മുന്നേ അങ്ങനെ ചെയ്ത് നോക്കരുത്. അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ നെക്ക് ഉളുക്കും, എന്തെങ്കിലും പ്രശ്നം വരും. അപ്പൊ അതുകൊണ്ട് സ്റ്റാർട്ടിങ് ചെയ്യുന്നവർ ഇത് ചെയ്തതിന് ശേഷം മാത്രമേ കൈകളൊന്നും യൂസ് ചെയ്യാതെ ചെയ്ത് നോക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ എക്സസൈസ് എങ്ങനെയാന്ന് നോക്കാം. മൂന്നാമത്തെ എക്സസൈസ് വന്നിട്ട് നമ്മുടെ രണ്ട് കൈകളും യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെ തൊഴുതു പിടിക്കുന്നു, കൈകൾ ഇങ്ങനെ വെക്കുന്നു. നമ്മൾ നേരത്തെ ഇങ്ങനെ വെച്ചതുപോലെ തന്നെയാണ് രണ്ട് കൈകൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഇതൊന്ന് തട്ടുന്നുണ്ടോന്ന് ശ്രദ്ധിച്ചാൽ മതി. ആ ഒരു ഗ്യാപ്പിൽ വെക്കണം. ആ ഒരു ഗ്യാപ്പിൽ വെച്ചപ്പോൾ ഒരുപാട് ഇങ്ങനെ കൊണ്ട് വെക്കണം. ഒരുപാട് ഇങ്ങനെ അകർത്തി വെക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ മുട്ടേണ്ടി വരും. ആ ഒരു ഗ്യാപ്പിൽ വെക്കരുത്. നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നമ്മളൊന്നിങ്ങനെ ഇങ്ങനെ മുട്ടാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു ഗ്യാപ്പിൽ വെക്കാൻ ശ്രദ്ധിക്കാവുള്ളൂ. ഓക്കെ, അപ്പം അതും ഇതുപോലെ നമുക്ക് കൗണ്ട് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് 1 2 3 4 5 6 7 8 9 10 അതുപോലെ കൗണ്ട് ചെയ്ത് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് ഗ്യാപ്പ് ഇട്ട് വെക്കരുത്, ഒരുപാട് അടുത്ത് കൊണ്ട് വെക്കരുത്. അപ്പം ഇനി അടുത്തത് നാലാമത്തെ എക്സസൈസ്, അത് നമ്മുടെ നെക്കിന്റെ ഭാഗത്താണ് വരുന്നത്. നാലാമത്തെ എക്സസൈസ് വരുമ്പോഴത്തേക്ക് നമ്മൾ കൈകൾ ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മുടെ നെക്കിന്റെ ഭാഗത്തായിട്ട് വെക്കണം. നമ്മൾ നേരത്തെ ഇങ്ങനെ ഫേസിന്റെ ഭാഗത്തായിട്ട് വെച്ചിട്ടാണ് ഇതുപോലെ ഇങ്ങനെ മുട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നെക്കിന്റെ ഭാഗത്തായിട്ട് വെക്കണം. നെക്കിന്റെ ഭാഗത്തായിട്ട് വെച്ചിട്ട് അപ്പൊ ഈ വെക്കുമ്പോൾ നമ്മുടെ കറക്റ്റ് ഇപ്പൊ ഇത്ര നേരം നമ്മൾ വെച്ചത് നമ്മുടെ ഹെഡ്, അതായത് നമ്മുടെ ഫേസ് ആണ് ഇങ്ങനെ മുട്ടിക്കൊണ്ടിരുന്നത്, അല്ലെ, തലയാണ് ഇങ്ങനെ മുട്ടിക്കൊണ്ടിരുന്നത്. നമ്മൾ ചെയ്ത എക്സസൈസിലെല്ലാം ഇങ്ങനെ നമ്മുടെ തലയാണ് മുട്ടിക്കൊണ്ടിരുന്നത്. ഇനി നമ്മുടെ നെക്ക് മുട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പം അത് നെക്ക് അതായത് ചിലപ്പം നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് മാക്സിമം മിറർ നോക്കി ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾ കണ്ണാടി നോക്കി ചെയ്യുമ്പം കുറച്ചുകൂടി നമ്മുടെ അതായത് നമ്മുടെ ഫേസ് ആയാലും നമ്മുടെ നെക്ക് ആയാലും കറക്റ്റ് വരുന്നുണ്ടോ എന്ന് നമ്മൾ മിറർ നോക്കി ചെയ്യുമ്പോൾ കുറെ കൂടി നമുക്ക് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്ന് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പം നമ്മുടെ ഈ നെക്ക് ചിലപ്പോൾ മൂവ് ചെയ്യുന്നില്ലായിരിക്കും. നമ്മളിങ്ങനെ വെറും തല കൊണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഉള്ളായിരിക്കും. അപ്പൊ അതുകൊണ്ട് കണ്ണാടി നോക്കി ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കറക്റ്റ് അറിയാൻ പറ്റും നമ്മുടെ നെക്ക് കറക്റ്റ് പൊസിഷനിൽ വരുന്നുണ്ടോ, നമ്മുടെ ഇത് വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പം അത് ഇതുപോലെ നമ്മുടെ നെക്കിന് ഇങ്ങനെ കറക്റ്റ് ആണോ വരുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് കൈകൾ രണ്ടും ഇതുപോലെ പിടിച്ച് നമ്മുടെ നെക്കിന്റെ ഇവിടെ ആയിട്ട് ഇങ്ങനെ, ഇത് ഒരുപാട് ഗ്യാപ്പ് ഇട്ട് വെക്കേണ്ട. നമ്മുടെ ഹെഡ് കണക്ക് ഇങ്ങനെ നല്ല രീതിയിൽ നമ്മുടെ നെക്ക് പോവാറില്ല. നമ്മുടെ നെക്ക് ചെറിയ രീതിയിൽ മൂവ് ചെയ്യാറുള്ളൂ. അപ്പം അതനുസരിച്ച് ഉള്ള ഗ്യാപ്പ് ഇട്ടാൽ മതി, ഒരുപാട് ഗ്യാപ്പിൽ ഇടരുത്. ഇനി ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ചിട്ട് ചെയ്ത് നോക്കുക, കറക്റ്റ് ആവുന്നുണ്ടോ എന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം കൗണ്ട് ചെയ്ത് ചെയ്താൽ മതി. അതായത് ഇങ്ങനെ 1 2 3 4. അപ്പൊ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ നെക്ക് മുട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ആ ഒരു ഗ്യാപ്പ് വെച്ചിട്ട് കൗണ്ട് ചെയ്ത് ചെയ്താൽ മതി. 1 ഫസ്റ്റ് റൈറ്റിലോട്ട്, 2 3 4 5 6 7 8 9
10. അപ്പം കൗണ്ട് ചെയ്ത് 10 വരെ വേണമെങ്കിലും കൗണ്ട് ചെയ്ത് അങ്ങനെ ഓരോരോ ഇപ്പൊ ഈ കാണിച്ച 4 എക്സസൈസും 10 വരെ കൗണ്ട് ചെയ്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പം ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞതുപോലെ ചാടിക്കേറി ആവേശത്തിൽ ഭയങ്കരമായിട്ടൊന്നും കയറി ചെയ്യാൻ നിൽക്കരുത്. സ്ലോ ആയിട്ട് ആദ്യം ചെയ്ത് നോക്കുക. അതിനുശേഷം മാത്രമേ നിങ്ങൾ കുറച്ച് ഫാസ്റ്റ് ആയിട്ടൊക്കെ ചെയ്യുന്നത്. ഭരതനാട്യത്തിലും ക്ലാസിക്കൽ ഡാൻസിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ല, ഇങ്ങനെ ഈ നമ്മുടെ നെക്ക് മൂവ്മെന്റ്സിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പം അതുകൊണ്ട് കുറച്ച് സ്ലോ ആയിട്ട് പഠിച്ചാൽ മതി. ചാടിക്കേറി നിങ്ങൾ ആവേശത്തിൽ ഭയങ്കരമായിട്ട് കയറി ചെയ്ത് നെക്ക് എന്തെങ്കിലും പ്രശ്നമാവും. അതുകൊണ്ട് അങ്ങനെ ചെയ്ത് ഈ 4 എക്സസൈസും സ്ലോ ആയിട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പൊ മുത്തുമണീസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അപ്പം ഇന്നത്തെ നെക്ക് മൂവ്മെന്റ്സിൻ്റെത് എല്ലാവരും എക്സസൈസ് നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. ഈ പറഞ്ഞതുപോലെ ചാടിക്കേറി ആവേശത്തിലൊന്നും ഇത് ഈ എക്സസൈസ് ഒന്നും ചെയ്യാതെയൊന്നും കയറി ചെയ്ത് നോക്കരുത്. മാക്സിമം മിററിൽ നോക്കി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് കണ്ണാടിയിൽ നോക്കി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അപ്പോഴും തന്നെ തിരുത്താൻ പറ്റും. കൗണ്ട് ചെയ്ത് ചെയ്യുക. ഈ 4 എക്സസൈസും ചെയ്തു നോക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത മുത്തുമണീസും ആണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ മുത്തുമണീസ്.